പേര് അന്ന. ഞാൻ തൃശ്ശൂർ ഇരിങ്ങാലക്കുടയിൽ നിന്ന് വരുന്നു. 2019 സെപ്റ്റംബറിലാണ് ഞാൻ MBBS ചൈനയിൽ അഡ്മിഷൻ എടുക്കുന്നത്. അത് ഈ 2020 ജനുവരി ആയപ്പോൾ ഞാൻ വീട്ടിലേക്ക് വെക്കേഷൻ തിരിച്ചു വന്നിട്ട് 3 വർഷം കോവിഡ് കാരണം എനിക്ക് തിരിച്ച് ചൈനയിലേക്ക് പോകാൻ പറ്റിയില്ല. ലോക്ക്ഡൗണും കാര്യങ്ങളായിട്ട് തിരിച്ച് ചൈനയ്ക്ക് ബാൻഡായിരുന്നു, ഫ്ലൈറ്റുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ഞാൻ ഹോസ്പിറ്റലിൽ ഇവിടെ നാട്ടിൽ പഠിക്കാൻ വേണ്ടി പോയിരുന്നു. ഓൺലൈൻ ക്ലാസ്സുകളായതുകൊണ്ട് തന്നെ പ്രാക്ടീസിന് വേണ്ടിയിട്ട്. ഇങ്ങനെ പ്രാക്ടീസിന് വേണ്ടി ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവിടെയുള്ള ഡോക്ടർമാരെല്ലാവരും ചോദിക്കും, അതുപോലെ എൻ്റെ ഡിസ്റ്റൻറ്റ് റിലേറ്റീവ്സും ചോദിക്കും, എന്തിനാണ് ചൈനയ്ക്ക് പോയത്? ചൈനയ്ക്ക് പോയി കഴിഞ്ഞാൽ മെഡിസിൻ ഇനി എന്തായിരിക്കും കരിയർ? തിരിച്ചു പോയില്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ് കൊണ്ട് എങ്ങനെ ഒരു ഡോക്ടറാവും? അതുപോലെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇവിടെ ഏത് ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റിനുമുള്ള ഒരു എക്സാം ഉണ്ട്. അത് വളരെ കുറഞ്ഞ ശതമാനം ആൾക്കാർക്ക് പാസ്സാവാൻ പറ്റുള്ളൂ. പലരും വർഷങ്ങളോളം എഴുതിയിട്ടും കിട്ടാത്ത പരീക്ഷയാണ്. അപ്പോൾ ഈ ഓൺലൈൻ പഠനം കൊണ്ട് നിനക്ക് എങ്ങനെ ഈ പരീക്ഷ എഴുതി പാസ്സാകാൻ പറ്റുമെന്ന് എല്ലാവരും ചോദിക്കുമായിരുന്നു. പ്രത്യേകിച്ച് ഡോക്ടർമാർ പറയും, നിങ്ങൾക്ക് പ്രാക്ടിക്കൽ നോളജ് ഉണ്ടാവില്ല, തിയറിറ്റിക്കലായിട്ട് നിങ്ങൾക്ക് എക്സാം ഇങ്ങനെ ഫേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും കിട്ടാൻ സാധ്യതയില്ല, ഇനി വീണ്ടും നാട്ടിൽ വന്ന് ഒന്നീന്ന് തുടങ്ങാണ് നല്ലതെന്നുള്ള രീതിയിൽ എല്ലാവരും ആക്ഷേപിക്കും. അപ്പം നമുക്ക് മൊത്തം നിരാശയിലേക്ക് ഇങ്ങനെ ഓരോ ദിവസം ഡിപ്രഷനിലേക്ക് പോകുമായിരുന്നു. അങ്ങനെ ലോക്ക്ഡൗൺ കഴിഞ്ഞ് തിരിച്ച് ചൈനയിലേക്ക് പോയി. ചൈനയിൽ പോയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എക്സാം എഴുതിക്കോ എന്നുള്ളതുകളൊക്കെ പറയുന്നുണ്ടെന്ന് വെച്ചാലും തിരിച്ച് നാട്ടിലേക്ക് വന്ന് പരീക്ഷ എഴുതാന്നുള്ളതൊരു വലിയ പേടി സ്വപ്നമായിരുന്നു. അങ്ങനെ നാട്ടിലേക്ക് പരീക്ഷ എഴുതാനായിട്ട് വന്നു. പരീക്ഷ എഴുതുമ്പോഴും സീനിയേഴ്സ് ആർക്കും ഇതുവരെ ഈ പരീക്ഷ എഴുതി കിട്ടിയിട്ടില്ല. എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ എൻ്റെ ബാച്ചിൽ ആർക്കും പരീക്ഷ എഴുതാൻ ധൈര്യമില്ല. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും മാത്രമാണ് ആ പ്രാവശ്യം എക്സാം എഴുതാനായിട്ട് ധൈര്യത്തോടെ വന്നത്. അപ്പോൾ പരീക്ഷ എഴുതുന്നുണ്ടെങ്കിലും ഒരു എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിലാണ് ഞാൻ വന്നത്. ഒട്ടും പഠിക്കാണ്ട്, ഒട്ടും പ്രിപ്പയർ ചെയ്യാണ്ടാണ് ഈ പരീക്ഷ ഞാൻ അഭിമുഖീകരിക്കുന്നത്. അപ്പോൾ തലേ ദിവസം പരീക്ഷയുടെ അതിനൊരാഴ്ച മുൻപെയാണ് നമുക്ക് എക്സാം സെൻറ്റർ ഏതാണെന്ന് അവർ പറയുന്നത്. അപ്പോൾ എക്സാം സെൻറ്ററുകൾ ഇങ്ങനെ മാറി മാറി നിൽക്കുമായിരുന്നു. തൃശ്ശൂരും എറണാകുളമാണ് ഞാൻ മെയിൻ ഫസ്റ്റ് കൊടുത്തിരുന്നത്. അപ്പോൾ ആ സെൻറ്ററിൽ കിട്ടുകയാണെങ്കിൽ ഡയറക്റ്റ് അന്ന് രാവിലെ പരീക്ഷാ സെൻറ്ററിൽ പോകാനായിട്ട് പ്ലാൻ ചെയ്തു. പക്ഷേ എനിക്ക് കിട്ടിയത് കോട്ടയാണ്. അപ്പോൾ കോട്ടയം കിട്ടിയപ്പോൾ ഇവിടെ ആലപ്പുഴയിൽ വന്നിട്ട് പോവാം, കൃപാസനത്തിൽ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് എക്സാം എഴുതാം, എന്തായാലും പഠിച്ചിട്ടില്ല, എന്നാൽ പ്രാർത്ഥനയിലൂടെങ്കിലും എന്തെങ്കിലും നടക്കുമായിരിക്കും, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു നല്ല എക്സ്പീരിയൻസ് ആവട്ടെ ഈ പരീക്ഷ എന്ന് കരുതി ഇവിടെ ആലപ്പുഴയിൽ വന്നു. എക്സാം ഹോൾ ടിക്കറ്റ് മാതാവിൻ്റെ അടുത്ത് രൂപത്തിൽ വെച്ച് അച്ഛനെ കൊണ്ട് പ്രാർത്ഥിച്ചിട്ട് ആണ് ഞാൻ പരീക്ഷയ്ക്ക് പിറ്റേ ദിവസം പോകുന്നത്. അങ്ങനെ പരീക്ഷ എഴുതി റിസൾട്ട് വരുന്നതിന് മുമ്പ്, പരീക്ഷയ്ക്കും ഒരു മാസം മുമ്പ് എക്സാം പാറ്റേൺ തന്നെ മാറ്റാണ്. ഫുൾ ഇതുവരെ ഉണ്ടായിരുന്ന രീതികളല്ല, എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് പാറ്റേൺ ഫുള്ള് മാറ്റാണ്. പരീക്ഷയുടെ അന്ന് ഞാൻ നോക്കുമ്പോൾ ഓരോ ക്വസ്റ്റ്യൻസും എനിക്ക് ഫെമിലിയർ ആണെങ്കിലും ആൻസർ ഒന്നും തന്നെ അറിയില്ല. അപ്പോൾ അറിയാവുന്ന ആൻസേഴ്സ് മാർക്ക് ചെയ്തു, പിന്നെ എന്തൊക്കെയോ മാർക്ക് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ പരീക്ഷ കംപ്ലീറ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ പരീക്ഷയുടെ അന്ന് അമ്മയും അപ്പനും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. കൃപാസനത്തിനെ പറ്റി അമ്മയ്ക്ക് എൻ്റെ അവിടെ കൂടെ വന്നിരുന്ന കുട്ടികളുടെ അടുത്ത് പ്രഘോഷിക്കാനായിട്ട് അമ്മയ്ക്ക് ഒരു അവസരം കിട്ടി. ഒരു മുസ്ലിം കുട്ടിയുടെ അടുത്ത് അമ്മ മാതാവിനെ പറഞ്ഞപ്പോൾ അവരെല്ലാവരും ഇങ്ങനെ എല്ലാവരും നിരാശപ്പെടുത്തുമായിരുന്നു. പരീക്ഷ ഇതേലും കിട്ടില്ല എന്നുള്ളതല്ലാണ്ട് ആരുപോലും ഒരു പ്രതീക്ഷ പറയുന്നുണ്ടായിരുന്നില്ല. എക്സാം റിസൾട്ട് വന്നപ്പോൾ എനിക്ക് പാസ്സാവാനായിട്ട് മാതാവ് അനുഗ്രഹം ചെയ്തു. അത് ഒരു അത്ഭുതം തന്നെയായിട്ടാണ് ഞാൻ പറയുള്ളൂ. ഒരിക്കലും എൻ്റെ കഴിവ് കൊണ്ട് ഈ പരീക്ഷ പാസ്സാവാനായിട്ട് ഒരു വഴിയുമില്ല. ഈ മാതാവിൻ്റെ അത്ഭുതം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ പരീക്ഷ പാസ്സായത്. ഈ കാരുണ്യ പ്രവർത്തികളായിട്ട് എനിക്ക് വീടിൻ്റെ ഓപ്പോസിറ്റ് ഒരു അനാഥശാലയുണ്ട്, അവിടെ പോയിട്ട് സഹായിക്കാനായിട്ട് ഒരു അവസരം ലഭിക്കാറുണ്ട്. കാരുണ്യ പ്രവർത്തികളായിട്ട് പത്രം ഇവിടെ കൊടുക്കാറുണ്ട്. ഇവിടെ നിന്നുള്ള പത്രം ചൈനീസ് ഭാഷയുള്ള പത്രങ്ങളും കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഈ അനുഗ്രഹങ്ങളെല്ലാം തന്നതിന് ദൈവത്തിന് നന്ദി പറയുന്നു. യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് 66-ാം അധ്യായം 12-ാം തിരുവചനം. കർത്താവ് അരുളി ചെയ്യുന്നു, ഐശ്വര്യം നദി പോലെ അവളിലേക്ക് ഞാൻ ഒഴുക്കും, ജനതകളുടെ ധനം കവിഞ്ഞൊഴുകുന്ന അരുവി പോലെയാകും. നിന്നെ അവൾ പാലൂട്ടുകയും എളിയിലെടുത്തുകൊണ്ട് നടക്കുകയും മടിയിലിരുത്തി ലാളിക്കുകയും ചെയ്യും. അന്നയുടെ ഒരു വലിയ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നമ്മോട് പങ്കുവെച്ചത് അന്ന. അന്നയ്ക്ക് ചൈനയിൽ MBBS പഠിക്കുവാനുണ്ടായിരുന്ന ഒരു അവസരം ലഭിച്ചതിന് ഈശോയ്ക്ക് നന്ദി പറയുകയും, എന്നാൽ അതിനുശേഷം ഇവിടെ വന്ന് FMG എഴുതുന്ന സമയത്തുള്ള പരിഹാസവും അതുപോലെ തന്നെ എല്ലാവരുടെയും നിരുത്സാഹവും കേട്ട് ഡെസ് പഠിച്ചിട്ടാണ് ഈ മകൾ കോട്ടയത്തേക്ക് പരീക്ഷയ്ക്ക് പോകുന്നത്. മകൾക്ക് ധൈര്യം കൊടുത്തത് അമ്മയുടെ പ്രാർത്ഥനയാണ്. കൂടെയുള്ള എല്ലാ കുട്ടികൾക്കും ധൈര്യം കൊടുക്കുന്ന ഒരു നല്ല അമ്മ ഇവരുടെ ഒരു ഗ്രൂപ്പ് കുട്ടികളുടെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവൾക്കുണ്ടായിരുന്ന ഒരു ധൈര്യം
എല്ലാം നഷ്ടപ്പെട്ടു എന്നൊരു 0 പോയിന്റിലാണ്. കാരണം ഒരു മാസം മുമ്പാണ് FMG പരീക്ഷയുടെ പാറ്റേൺ മാറ്റുന്നത്, എക്സാം പാറ്റേൺ മാറ്റുന്നത്. അതിനാൽ തന്നെ തോറ്റു എന്ന് നമുക്ക് റിസൾട്ട് സ്വയം പ്രഖ്യാപിക്കാവുന്ന ഒരു അവസരത്തിലാണ് അന്ന വളരെ ധൈര്യത്തോടുകൂടി ഇവിടെ നിന്ന് ജോസഫ് അച്ഛൻ്റെ കയ്യൊപ്പ് ശുശ്രൂഷയോടുകൂടി പരീക്ഷ എഴുതാൻ പോകുന്നത്. വളരെ അത്ഭുതകരമായി എന്തൊക്കെയോ എഴുതി താൻ വളരെ ക്വാളിഫൈഡായൊരു വ്യക്തിയാണെങ്കിലും പരീക്ഷയിൽ വളരെ തോറ്റുപോകുമെന്നുള്ളൊരവസ്ഥയിൽ ഇവിടെ വന്ന് പരിശുദ്ധ അമ്മയെ കണ്ട് കാര്യം പറഞ്ഞു ഇവിടെ നിന്ന് പോകുമ്പോഴാണ് ഒരു വിജയത്തിൻ്റെ ഒരു വലിയ പതാകയുമായിട്ട് ഈ മകൾ തിരിച്ചു വന്നത്. ഈ പരീക്ഷയ്ക്ക് പാസ്സായ ഉടനെ തന്നെ മകൾക്ക് സാക്ഷ്യം പറയണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. എന്നാലും വൈകിയെങ്കിലും മകൾ ഇതാണ് ഇവിടെ പ്രഖ്യാപിക്കുന്നത്: നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. എനിക്ക് യാതൊരു യോഗ്യതയുമില്ലാതെയാണ് ഒരുപാട് പഠിച്ചു. എല്ലാവരുടെയും നിരുത്സാഹവും എല്ലാവരുടെയും മറ്റുള്ളവരുടെ വേണ്ടപ്പെട്ടവരുടെ പ്രാർത്ഥനകളൊക്കെ ഉണ്ടെങ്കിലും പരിശുദ്ധ അമ്മ തുണയായിരുന്നപ്പോഴാണ് ഈ മകൾക്ക് വലിയ വിജയം ലഭിച്ചിരിക്കുന്നത്. പഠിക്കുന്ന എല്ലാ മക്കൾക്കും, മെഡിക്കൽ ഫീൽഡിൽ പഠിക്കുന്നവരെയും ജോലി ചെയ്യുന്നവരെല്ലാവരെയും ഈ സാക്ഷ്യത്തോട് നമുക്ക് ചേർത്ത് വയ്ക്കാം. എല്ലാവരുടെയും നിയോഗങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ പഠനങ്ങളിൽ കഷ്ടപ്പെടുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കൈയടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.